ഇന്നലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വരുത്തി. ഞാൻ ഡിവിഷൻ എന്നാണ് പറഞ്ഞു പോയത്, സബ്ട്രാക്ഷനാണ് പറയേണ്ടത്. അതിന് പകരം എന്ത് പറഞ്ഞു പോയി? ഡിവിഷൻ പറഞ്ഞു പോയി. അതുകൊണ്ട് മക്കളെ ഞാൻ ഇന്ന് സബ്ട്രാക്ഷൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതിൽ സബ്ട്രാക്ഷൻ കണ്ടു നിങ്ങൾ. സബ്ട്രാക്ഷൻ 89.432 മൈനസ് 88.94. സബ്ട്രാക്ഷൻ്റെ റൂളാണ് ഇന്നലെ പറഞ്ഞത് കേട്ടോ. റൂൾ എല്ലാം ഒരേപോലെ തന്നെ, പക്ഷേ അഡീഷണൽ സബ്ട്രാക്ഷൻ ഒരേ റൂളാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് സാധാരണ മൈനസ് ചെയ്താൽ 0.492 കിട്ടും. 492. പക്ഷേ എന്താ മെത്തേഡ്? ഇതിലെത്ര ഡിജിറ്റ് ഉണ്ട് ഡെസിമലിന് ശേഷം? 1, 2, 3. ഇതിലെത്ര ഡിജിറ്റ് ഉണ്ട് ഡെസിമലിന് ശേഷം? 1, 2. അപ്പോൾ എത്രയാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ? എത്ര? 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നലെ എഴുതിയ സെൻറ്റൻസ് ശരിയാണ്. ഫൈനൽ ആൻസർ ഷുഡ് ബി റിപ്പോർട്ടഡ് അപ് ടു 2 ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ. ക്ലിയർ ആയോ? അപ്പോൾ 2 ഡിജിറ്റ് ഡെസിമലിന് ശേഷം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ഒഴിവാക്കണം. 2 ഒഴിവാക്കുമ്പോൾ 9 എത്ര? 9 തന്നെ. അപ്പോൾ ഉത്തരം കറക്റ്റ്. 0.49. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിവിഷൻ അല്ല, ഡിവിഷന് റൂള് വേറെയാണ്. അത് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോവുകയാണ്. സബ്ട്രാക്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടത്. മനസ്സിലായില്ലേ? റൂള് കറക്റ്റാണ്, പക്ഷേ പറഞ്ഞത് തെറ്റിപ്പോയി. അത് സബ്ട്രാക്ഷൻ, അത് ഡിവൈഡഡ് ബൈ നിലയിൽ പകരം എന്തായി മൈനസ് ആക്കിയാൽ മതി കേട്ടോ ആ ക്വസ്റ്റ്യൻ. അപ്പോൾ മൈനസ് ആക്കിയിട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ആ വാല്യൂ ശരിക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? എന്താണ് സബ്ട്രാക്ഷനിലെ റൂള്? അഡീഷൻ്റെ അതേ റൂളല്ലേ? ഒന്നാമത്തെ സംഖ്യയിൽ എത്ര എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഡെസിമലിന് ശേഷം? 3. രണ്ടാമത്തേതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2. ഏതാ ഏറ്റവും കുറഞ്ഞ ഡിജിറ്റുകൾ? 2. അപ്പോൾ ഉത്തരം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? 2 ഡിജിറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ആഫ്റ്റർ ഡെസിമൽ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇത് മായ്ച്ചളയുന്നുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ റൂള് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഫിസിക്സിലാണ് കൂടുതൽ ചോദിക്കില്ല, കെമിസ്ട്രിയിൽ അധികം ചോദിക്കാറില്ല. എന്നാലും പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. നോക്കിയേ, 22.9 ഇൻറ്റു 0.09. ഇത് ചെയ്താൽ ഉത്തരം നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യാം കേട്ടോ. ഓക്കെ, 2.061 കിട്ടും. 2.061. ഓക്കെ, അപ്പോൾ 2.061 ആണ് ഉത്തരം. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൺസെപ്റ്റ് പ്രകാരം 22.9 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. 0.09 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൂൾ എന്താ അറിയോ? അവസാനത്തെ ഉത്തരത്തിൽ ഏതാ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 1. അപ്പോൾ അവസാനത്തെ ഉത്തരത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2.061 ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് മാറ്റുമ്പം ഈ 2 എന്ന നമ്പറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഓരോന്നായി ഒഴിവാക്കുക. 1 ഒഴിവാക്കുമ്പോൾ 6, 6 ഒഴിവാക്കുമ്പോൾ 0, എത്ര? 1. ഇനി 1 ഒഴിവാക്കുമ്പോൾ 2, 2. അപ്പോൾ ഉത്തരം എത്ര? 2. ക്ലിയർ ആയാ? ഓക്കെ. 2.0 എന്ന് എഴുതാൻ പാടില്ല. 2.0 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി? 2 ആയി. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ മതി, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും വന്നാൽ 10 raised എന്ന രൂപത്തിൽ എഴുതണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്ത് 2000 കിട്ടിയിരിക്കാം. ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉണ്ടാകാൻ പാടുള്ളൂ? 1 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഉത്തരം എത്ര? 2000 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 1. മനസ്സിലായോ? 2000 ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഇല്ലൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ഏത് ഈ ചോദ്യമല്ലേ അങ്ങനെ കിട്ടിയാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ദെൻ ഇനി ഡിവിഷൻ. നേരത്തെ നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയില്ലേ? അതിൽ റൂള് മാറ്റമാണ് കേട്ടോ. നോക്ക്, ഇപ്പോൾ 8.958 ഡിവൈഡ് ബൈ 9.0. ഇത് ചെയ്താൽ 0.9953 കിട്ടും. 0.9953 കാൽക്കുലേറ്റ് ചെയ്താൽ മതി മക്കളെ. ഇനി ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4. 1, 2, 3, 4. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര? 2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഉത്തരം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ അഡ്ജസ്റ്റ് ചെയ്യണം? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഫൈനൽ ആൻസർ ഷുഡ് ബി റിപ്പോർട്ടഡ് അപ് ടു 2 ഡിജിറ്റ്സ്. 2 ഡിജിറ്റ്സ് അല്ല, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്ര വരും? നോക്കേ, ഇതിൽ 3 ഒഴിവാക്കുമ്പോൾ 5, 5 ഒഴിവാക്കുമ്പോൾ 9. ഓഡ് നമ്പറാണോ ഈവൺ നമ്പറാണോ? ഓഡ് നമ്പർ. അപ്പോൾ ഈ 9 10 ആവും. അപ്പോൾ ഇവിടെ 0 ഇവിടെ 1 ആയേ.
ഇനി 0 ഒഴിവാക്കും. ഇനി എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണ്ടത്? 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തരം പറ. ഇവിടെ 0 അല്ലല്ലോ, അപ്പുറത്ത് 1 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 5 ഒഴിവാക്കും 9 10 ആയില്ലേ? 10 എന്ന് പറയുമ്പം ഇത് ഇവിടെ എത്ര, ഇവിടെ എത്ര ഉള്ളത്? 0. ഇവിടെയോ 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഉത്തരം? 1.0 കിട്ടിയോ? 1.0. ക്ലിയർ ആയില്ലേ? 1.0 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2. 1 മാത്രം എഴുതിയാലോ? ശരിയല്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആൻസർ 1.0. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കെമിസ്ട്രി ചെയ്തെടുക്കണ്ട. എന്നാലും ഞാൻ പറഞ്ഞു എന്താണ് നെറ്റ് അഡീഷൻ ആണെങ്കിൽ, അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ എന്താ നോക്കണ്ടത്? ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റാണോ ഏറ്റവും കുറവുള്ളത് അതിനനുസരിച്ച് ഉത്തരം എഴുതണം. മനസ്സിലായോ? ഫൈനൽ ആൻസർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതേസമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിലോ അവസാനത്തെ ഉത്തരം എഴുതുമ്പോൾ എത്രയാണോ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അത് മാത്രമേ ഫൈനൽ ഉത്തരത്തിൽ കിട്ടാൻ പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇതാണ് റൂള്. ഓക്കെ. യെസ്. അടുത്തത് നെക്സ്റ്റ് ഇതാണ് നമ്മൾ കെമിസ്ട്രിയിൽ ആദ്യം വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതായത് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടില്ലേ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്? ആണല്ലോ. അങ്ങനെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാവുക. അങ്ങനെ ആ കോമ്പിനേഷനിൽ ചില നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചില റിയാക്ഷൻസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ ചില നിയമങ്ങൾ വേണം. ആ നിയമങ്ങളാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കിട്ടില്ലേ? അതിൽ നമുക്ക് പ്രധാനമായിട്ടും 2 നിയമങ്ങളാണ് പഠിക്കാനില്ല. എന്തായാലും ടോട്ടൽ 5 നിയമങ്ങളുടെ പേര് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ. അതിൽ ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമ്മൾ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം അല്ലേ? നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം മലയാളം എടുത്ത് പഠിച്ചവർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു ടേമാണ് കൺസർവേഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണെന്ന് മാത്രം. അപ്പോൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചെറിയ മോൾ കൺസെപ്റ്റ് അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലിയ മോൾ കൺസെപ്റ്റ് പഠിച്ചു, പക്ഷേ ചെറിയ മോൾ കൺസെപ്റ്റ് അറിയണം. കിട്ടില്ലേ? അപ്പോൾ ചെയ്യേണ്ടത് നോക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിലെ പിന്നെ ഇപ്പം നമ്മൾ ഒരു റിയാക്ഷൻ നടക്കണം. നൈട്രജനും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. അമോണിയ. അപ്പോൾ നമുക്കറിയാം ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ N2 + 3H2 gives 2NH3. ഈ നൈട്രജൻ ഇതിൽ 1 മോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എത്ര മോൾ വേണം? 3 മോൾ. അതുകൊണ്ടാണ് മോൾ എന്ന സങ്കല്പം അറിയണമെന്ന് ഞാൻ പറയുന്നത്. ഇത് 2 മോൾ അമോണിയ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28 അപ്പോൾ 28 ഗ്രാം നൈട്രജൻ. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് എത്ര? 2. അപ്പോൾ 3 മോളാകുമ്പോൾ 6 ഗ്രാം ആയില്ലേ? 6 ഗ്രാം. ഇതെത്ര? അമോണിയ N14. 14 3 17. അപ്പോൾ 17 × 2 34. 34 ഗ്രാം അമോണിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 28ഉം ഈ 6ഉം കൂട്ടി എത്ര കിട്ടും? 34. ഇതെത്ര തന്നെ? 34. അപ്പോൾ മാസ് പുതുതായി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നശിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതന്നെ നിയമം. മനസ്സിലായേ? അപ്പോൾ എന്താണ്? ഇത് കെമിക്കൽ ചേഞ്ചാണ്. ഇനി ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലോ ഇപ്പോൾ നമ്മൾ എത്ര 10 ഗ്രാം വെള്ളം ഫ്രീസറിൽ കൊണ്ടുവച്ച് ഐസാക്കി മാറ്റിക്കൂടെ? ആ 10 ഗ്രാം വെള്ളം മുഴുവൻ ഐസായി മാറിയാൽ എത്ര ഗ്രാം ഉണ്ടാവും? 10 ഗ്രാം തന്നെ. അപ്പോൾ അതിന് മാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഫിസിക്കൽ ചേഞ്ചാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് okay, the total masses of the products എന്ന് പറഞ്ഞാൽ മലയാളം എടുത്ത് പഠിച്ചവർ ഉൽപ്പന്നങ്ങൾ അല്ലേ? products is equal to the total masses of the reactants എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങൾ കേട്ടോ. റിയാക്റ്റൻസ് REACTANTS. ഓക്കെ, ഇതാണ് ഏത് NCERT ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് ഡെഫിനിഷൻ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റേ ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് നിങ്ങളോട് പറയുന്നത് 28 ഗ്രാം നൈട്രജൻ
3 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 34 ഗ്രാം അമോണിയ ഉണ്ടാകുന്നു. ഇത് ഏത് നിയമമാണ്? അപ്പോൾ ഉത്തരം ഏത് പറയണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്നിട്ട് എന്ത് പറയുക? സ്റ്റേറ്റ് ദി ലോ എന്ന് പറയും. അപ്പോൾ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. അപ്പോൾ എന്താ നിർവചനം പറഞ്ഞേ? ഡ്യൂറിങ് എനി ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് ദി ടോട്ടൽ മാസസ് ഓഫ് ദി പ്രോഡക്ട്സ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസസ് ഓഫ് ദി റിയാക്റ്റൻസ്. എഴുതത്തില്ലേ? ഓക്കെ. ഈ പിന്നെ നിയമം പ്രപ്പോസ്ഡ് ബൈ ലാവോയ്സിയർ. ഓക്കെ, ലാവോയ്സിയർ. ഇങ്ങനെ പരീക്ഷ ചോദിക്കൽ. ഒരു ഉദാഹരണം ഈ പറഞ്ഞ 28 ഗ്രാം ഹൈഡ്രജൻ 6 ഗ്രാം ഹൈഡ്രജനുമായി കമ്പയർ ചെയ്തപ്പോൾ 34 ഗ്രാം അമോണിയ ഉണ്ടായി. ഇതേ നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പഠിച്ചില്ലേ? ഇനി സ്റ്റേറ്റ് ദി ലോ. ആ ലോ എഴുതിയില്ലേ? അതിനുശേഷം ആരാണ് ഈ നിയമം പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ ആൻസർ പറ. ലാവോയ്സിയർ. ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കെല്ലാവരും. അടുത്ത നിയമത്തിൻ്റെ പേര് എഴുതിയൊക്കെ നോട്ടിൽ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇതിൻ്റെ ഒന്നും പൂർണ്ണമായിട്ടുള്ള മലയാളം ആവശ്യമില്ല കേട്ടോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. എന്താ എഴുതിയത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായി എഴുതണം കേട്ടോ. ഓർ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. ഈ നിയമം എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പോൾ കാർബൺ ഓക്സിജനിൽ കത്തിയാൽ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? ഇനി കാർബൺ മോണോക്സൈഡ് ഓക്സിജനിൽ കത്തിയാലോ? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കി എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 മെത്തേഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. ഈ 3 മെത്തേഡ് എന്നല്ല, ഇനി ഏത് മെത്തേഡിൽ നമ്മൾ പ്യുവറായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയാലും ആ കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിൾ, ഇതിന് സാമ്പിൾ 1 എന്ന് ലാബിൽ ചെയ്യാം. സാമ്പിൾ 1. ഇത് സാമ്പിൾ 2. ഇത് സാമ്പിൾ 3. ഈ 3 സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് കെമിക്കൽ അനാലിസിന് കൊടുത്തില്ലേ? അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സാമ്പിളിലും അത് പ്യുവർ ആണെങ്കിൽ, അതിൽ വേറെ പിന്നെ ഒന്നുമില്ല എങ്കിൽ എന്തായിരിക്കും? അതിൽ 2 എലമെൻറ്റിൻ്റെ പ്രസൻസേ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും മാത്രം. മനസ്സിലായോ? അത് മാത്രമല്ല, നിങ്ങൾക്കറിയുന്ന ചെറിയ മോൾ കൺസെപ്റ്റ് ആണല്ലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ്. അത്ര 44. ആ 44, സപ്പോസ് നിങ്ങൾ ഈ 3 സാമ്പിളും 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചാൽ കളക്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടും? 12 ഗ്രാം കാർബൺ ഉണ്ടെന്നും 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെന്നും കിട്ടും. ലൈക്ക് മനസ്സിലായോ? ഈ 12 32 കൂട്ടിയാലേ 44. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? റേഷ്യോ ബൈ വെയിറ്റ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ എന്തായിരിക്കും? റേഷ്യോ ബൈ വെയിറ്റ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ എന്തായിരിക്കും? ഈക്വൽ ടു പറ. 12:32. 12:32. അത് ചെറുതാക്കിയാൽ അല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അപ്പോൾ അത് ചെറുതാക്കി എത്ര കിട്ടും? 4 പോകില്ലേ? 3:8. മനസ്സിലായി? 3:8 കിട്ടിയോ? ഈ 3:8 എന്ന റേഷ്യോയിലായിരിക്കും ഒന്നാമത്തെ സാമ്പിൾ അനലൈസ് ചെയ്താലും, രണ്ടാമത്തെ സാമ്പിൾ അനലൈസ് ചെയ്താലും, മൂന്നാമത്തെ സാമ്പിൾ അനലൈസ് ചെയ്താലും, എത്ര മാസം എടുത്ത് അനലൈസ് ചെയ്താലും. ഞാൻ 44 ഗ്രാം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായോ? ഏത് സാമ്പിൾ അനലൈസ് ചെയ്താലും 3 ഗ്രാം കാർബൺ ഉണ്ടാകുമ്പോൾ 8 ഗ്രാം ഓക്സിജൻ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഈ നിയമം. അതായത് ഇപ്പം നമ്മൾ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി 3 മെത്തേഡ് ഉപയോഗിച്ചു. ഞാൻ വേറെ ഉദാഹരണം പറയാം. സപ്പോസ് വി വാണ്ട് ടു പ്രിപ്പയർ പ്യുവർ വാട്ടർ ബൈ ദി പ്രോസസ് ഓഫ് ഡിസ്റ്റിലേഷൻ. മനസ്സിലാവും? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശുദ്ധമായ ജലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പല സോഴ്സ് വെള്ളം. എന്താണ്? ഒന്ന് കിണറിലെ വെള്ളം എടുക്കുക, ഒന്ന് പോണ്ട് വാട്ടർ എടുക്കുക, ഒന്ന് ലേക്ക് വാട്ടർ എടുക്കുക, ഒന്ന് സീ വാട്ടർ എടുക്കുക. 4 റെയിൻ വാട്ടർ എടുക്കുക. 5 റെയിൻ വാട്ടറും പ്യുവറല്ല. 5 സാമ്പിൾ വെള്ളം എടുത്തു. എന്നിട്ട് ഈ 5 സാമ്പിൾ വെള്ളവും നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നല്ല വെള്ളമാക്കി. എന്നുവെച്ചാൽ അതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. മനസ്സിലായല്ലോ? ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? വേറെ എന്താ പറയുക? ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ 5 സാമ്പിൾ നമ്മൾ അനലൈസ് ചെയ്തു. എത്ര സാമ്പിൾ വെച്ചാൽ മനസ്സിലായോ? അപ്പം നമ്മൾ പ്യുവർ വാട്ടർ കിട്ടിയില്ലേ? എത്ര വാട്ടറിൻ്റെ മോളിക്കുലർ മാസ്? 18. അതിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും? 2. എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ടാവും? 16. ഇപ്പോൾ 2:16. H2 എന്നല്ലേ?
അപ്പോൾ അത് 1:8 ആയില്ലേ. നിങ്ങൾ എത്ര എമൗണ്ട് വെള്ളം കളക്ട് ചെയ്താലും അതിൽ 1 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവുമ്പോൾ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ടാവും? 8 ഗ്രാം ഓക്സിജൻ ഉണ്ടാവും. ഈ പരീക്ഷണം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നതിന് പകരം വലിയ ഡെവലപ്ഡ് കൺട്രിയെ അമേരിക്കയിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലോ അമേരിക്കയിലെ വെള്ളത്തിൽ വേറെ ഏതെങ്കിലും കൂടുതലുണ്ടാവുമോ? ഇല്ല. അവിടെയും ഏതന്നെ ഇതേ റേഷ്യോ ഉണ്ടാവും, 1:8. മനസ്സിലായി? അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി സോഴ്സ് ഫ്രം വിച്ച് ദി കോമ്പൗണ്ട് ഈസ് ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് ഉറവിടത്തിൽ നിന്ന് ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. അത് ശുദ്ധമാണെങ്കിൽ, അത് പ്യുവർ ആണെങ്കിൽ അതിലെല്ലായ്പ്പോഴും ഒരേ എലമെൻറ്റ്സ്, അതായത് ഒരേ മൂലകങ്ങൾ ഒരേ റേഷ്യോ ബൈ വെയ്റ്റിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നിയമം. ക്ലിയർ ആയോ? പറഞ്ഞ 2 ഉദാഹരണങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിയമം നമുക്ക് ഒന്ന് വേർഡ്സിൽ എഴുതണ്ടേ? അപ്പോൾ നോക്കൂ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ എഴുതി ശ്രദ്ധിക്കുക, പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കും കേട്ടോ. എ പ്യുവർ കെമിക്കൽ കോമ്പൗണ്ട് always contains the same elements combined together in a fixed ratio by mass. ഓക്കെ, ഒന്നുകൂടെ പറയും. എ പ്യുവർ കെമിക്കൽ കോമ്പൗണ്ട് always contains the same elements combined together in a fixed ratio by mass. എക്സാമ്പിൾ പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡ് പ്യുവർ ആണെങ്കിൽ അതിലെല്ലായ്പ്പോഴും ഏത് 2 എലമെൻസാണ് കാണുക? കാർബണും ഓക്സിജനും. ഏത് റേഷ്യോ വെയിറ്റിൽ? 3:8 അല്ലേ? മനസ്സിലായോ? അപ്പോൾ എന്താണ് ദി റേഷ്യോ ബൈ മാസ് ഓഫ്, മാസ് അല്ലെങ്കിൽ വെയിറ്റ്, നമുക്ക് എന്ത് ഉപയോഗിക്കാം കേട്ടോ. കാർബൺ ആൻഡ് ഓക്സിജൻ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻ പ്യുവർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾവേസ് എത്ര? 3:8. സ്റ്റേറ്റ്മെൻറ്റേ ചോദിക്കാറില്ല, ഞാൻ ജസ്റ്റ് എഴുതി മാത്രം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അത് വാട്ടറിലാണെങ്കിലോ ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിൽ? 1:9. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ നിയമം പ്രപ്പോസ് ചെയ്ത് ജോസഫ് പ്രോസ്റ്റ് ആണ്. ആരാണ്? പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രോസ്റ്റ്. പരീക്ഷയ്ക്ക് ജോസഫ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, പക്ഷേ പ്രോസ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ജോസഫ് പ്രോസ്റ്റ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ?